നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ വരുന്നത് ഇന്ത്യൻ നദികളുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. പാകിസ്ഥാനിൽ സിന്ധു നദിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഡാം ടർബേല ഡാം. പാകിസ്ഥാനിൽ സിന്ധു നദിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഡാം ടർബേല ഡാം. സിന്ധു നദീജല കരാർ ഒപ്പുവെച്ചത് 1960 സെപ്റ്റംബർ 19 കറാച്ചി. സിന്ധു നദീജല കരാർ ഒപ്പുവെച്ചത് 1960 സെപ്റ്റംബർ 19 കറാച്ചി. സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഇന്ത്യ, പാകിസ്ഥാൻ. സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഇന്ത്യ, പാകിസ്ഥാൻ. സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ച വ്യക്തികൾ ജവഹർലാൽ നെഹ്റു, മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി, മുഹമ്മദ് അയ്യൂബ് ഖാൻ, മുൻ പാകിസ്ഥാൻ പ്രസിഡന്റ്. സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ച വ്യക്തികൾ ജവഹർലാൽ നെഹ്റു, മുഹമ്മദ് അയ്യൂബ് ഖാൻ. സിന്ധു നദീജല കരാറിന് മധ്യസ്ഥത വഹിച്ചത് ലോകബാങ്കാണ്. സിന്ധു നദീജല കരാറിന് മധ്യസ്ഥത വഹിച്ചത് ലോകബാങ്ക്. സിന്ധു നദീജല കരാർ പ്രകാരം ഇന്ത്യക്ക് ഏതൊക്കെ നദിയിലെ ജലത്തിലാണ് അവകാശമുള്ളത്? സത്ലജ്, ബിയാസ്, രവി. സിന്ധു നദീജല കരാർ പ്രകാരം ഇന്ത്യക്ക് ഏതൊക്കെ നദിയിലെ ജലത്തിനാണ് അവകാശമുള്ളത്? സത്ലജ്, ബിയാസ്, രവി. സിന്ധു നദീജല കരാർ പ്രകാരം പാകിസ്ഥാന് ഏതൊക്കെ നദിയിലെ ജലത്തിലാണ് അവകാശമുള്ളത്? സിന്ധു, ചലം, ചിനാബ്. സിന്ധു നദീജല കരാർ പ്രകാരം പാകിസ്ഥാന് ഏതൊക്കെ നദിയിലെ ജലത്തിലാണ് അവകാശമുള്ളത്? സിന്ധു, ചലം, ചിനാബ്. സിന്ധു നദി പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്നത് കാശ്മീരിലെ നംഗ പർവ്വതത്തിനടുത്ത് വെച്ച്. സിന്ധുവിൻ്റെ പോഷക നദികൾ ചലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ്. ഇന്ത്യയിൽ സിന്ധു നദി കടന്നു പോകുന്ന പ്രധാന സ്ഥലം ലഡാക്ക്. സിന്ധു നദിയെ ചുറ്റിയൊഴുകുന്ന ഇന്ത്യയിലെ പട്ടണമാണ് ലേ. സിന്ധു നദി ചുറ്റിയൊഴുകുന്ന ഇന്ത്യയിലെ പട്ടണം ലേ. ഇന്ത്യ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും പടിഞ്ഞാറുള്ള നദി സിന്ധു നദി. ഇന്ത്യ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും പടിഞ്ഞാറുള്ള നദി സിന്ധു. പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏക ഹിമാലയൻ നദിയാണ് സിന്ധു. പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏക ഹിമാലയൻ നദി സിന്ധു. സിന്ധു നദി ഒഴുകുന്ന ഏക ഇന്ത്യൻ സംസ്ഥാനം ജമ്മു കാശ്മീർ. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിൻ്റെ പോഷക നദി ബിയാസ്. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിൻ്റെ പോഷക നദി ബിയാസ്. സിന്ധുവിൻ്റെ ഏറ്റവും ചെറിയ പോഷക നദിയാണ് ബിയാസ്. സിന്ധുവിൻ്റെ ഏറ്റവും ചെറിയ പോഷക നദി ബിയാസ്. ബിയാസിൻ്റെ ഉത്ഭവസ്ഥാനം റോഹ്താങ് ചുരത്തിൽ നിന്ന്. വേദങ്ങളിൽ അർജികുജ എന്ന് വിശേഷിപ്പിക്കുന്ന നദിയാണ് ബിയാസ്. ടിബറ്റിൽ നിന്ന് ഉത്ഭവിക്കുന്ന സിന്ധുവിൻ്റെ ഏക പോഷക നദി സത്ലജ്. ഷിപ്കില ചുരത്തിലൂടെ ഇന്ത്യയിൽ പ്രവേശിക്കുന്ന നദിയാണ് സത്ലജ്. ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധു നദിയുടെ ഏറ്റവും നീളം കൂടിയ പോഷക നദി സത്ലജ്. ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധു നദിയുടെ ഏറ്റവും നീളം കൂടിയ പോഷക നദി സത്ലജ്. ഇന്ദിരാഗാന്ധി കനാൽ സ്ഥിതി ചെയ്യുന്ന നദിയാണ് സത്ലജ്. ഇന്ദിരാഗാന്ധി കനാൽ സ്ഥിതി ചെയ്ത നദി സത്ലജ്. സിന്ധു നദിയുടെ പോഷക നദികളിൽ ഏറ്റവും തെക്ക് ഭാഗത്തായി ഒഴുകുന്ന നദി സത്ലജ്. സിന്ധു നദിയുടെ പോഷക നദികളിൽ ഏറ്റവും തെക്ക് ഭാഗത്തായി ഒഴുകുന്ന നദി സത്ലജ്. ഗ്രീക്ക് പുരാണത്തിൽ ഹെസിഡ്രോസ് എന്നറിയപ്പെടുന്ന നദി സത്ലജ്. ചാന്ദ്ര, ബാഗ എന്നീ നദികൾ യോജിച്ച് രൂപം കൊള്ളുന്ന നദിയാണ് ചിനാബ്. ചാന്ദ്ര, ബാഗ എന്നീ നദികൾ യോജിച്ച് രൂപം കൊള്ളുന്ന നദി ചിനാബ്. ദുൽഹസ്തി പവർ പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്ന നദി ചിനാബ്. ദുൽഹസ്തി പവർ പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്ന നദി ചിനാബ്. ചിനാബ് നദിയിൽ നിർമ്മിക്കപ്പെട്ട ഡാമാണ് ബഗ്ലിഹാർ ഡാം, ജമ്മു കാശ്മീർ. ചിനാബ് നദിയിൽ നിർമ്മിക്കപ്പെട്ട ഡാം ബഗ്ലിഹാർ ഡാം. സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദിയാണ് ചിനാബ്. സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദി ചിനാബ്. നദികളും അപരനാമങ്ങളും. ബംഗാളിൻ്റെ ദുഃഖം ദാമോദർ. ബംഗാളിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദിയാണ് ദാമോദർ. ബീഹാറിൻ്റെ ദുഃഖം കോസി. ബീഹാറിൻ്റെ ദുഃഖം കോസി. ഒറീസയുടെ ദുഃഖം മഹാനദി. ഒറീസയുടെ ദുഃഖം മഹാനദി. അസമിൻ്റെ ദുഃഖം ബ്രഹ്മപുത്ര. ചൈനയുടെ ദുഃഖം ഹയാങ് ഹോ.
ചുവന്ന നദി എന്നറിയപ്പെടുന്നത് ബ്രഹ്മപുത്ര. ചുവന്ന നദി ബ്രഹ്മപുത്ര. വൃദ്ധഗംഗ ഗോദാവരി. ദക്ഷിണഗംഗ കാവേരി. അർദ്ധഗംഗ കൃഷ്ണ. ഗോവയുടെ ജീവരേഖ മാണ്ഡോവി. സിക്കിമിൻ്റെ ജീവരേഖ ടീസ്റ്റ. ആന്ധ്രാപ്രദേശിൻ്റെ ജീവരേഖ ഗോദാവരി. ലാഹോറിൻ്റെ നദി എന്നറിയപ്പെടുന്നത് രവി. ലാഹോറിൻ്റെ നദി എന്നറിയപ്പെടുന്ന നദി രവി. ജമ്മു കാശ്മീരിൻ്റെ തലസ്ഥാനമായ ശ്രീനഗർ സ്ഥിതി ചെയ്യുന്ന നദീതീരം ജലം. ജമ്മു കാശ്മീരിലെ ഉറി പവർ പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്ന നദി ജലം. ജമ്മു കാശ്മീരിലെ ഉറി പവർ പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്ന നദിയാണ് ജലം. കാശ്മീർ താഴ്വരയിലൂടെ ഒഴുകുന്ന നദി ജലം. മഹാനായ അലക്സാണ്ടറും പോറസ് രാജാവും തമ്മിലുള്ള ചരിത്ര പ്രസിദ്ധമായ യുദ്ധം നടന്ന നദീതീരം ജലം. കിഷൻ ഗംഗ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ജലം. കിഷൻ ഗംഗ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദിയാണ് ജലം. ഇന്ത്യയുടെ ദേശീയ നദി ഗംഗ. ഗംഗാ നദിയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത് 2008 നവംബർ 4-ന്. ഗംഗാ നദിയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത് 2008 നവംബർ 4-ന്. ഗംഗയുടെ ഉത്ഭവസ്ഥാനം ഹിമാലയത്തിലെ ഗംഗോത്രി ഗ്ലേഷ്യറാണ്. ഗംഗയുടെ ഉത്ഭവസ്ഥാനം ഹിമാലയത്തിലെ ഗംഗോത്രി ഗ്ലേഷ്യർ. ഗംഗയുടെ ഉൽപ്പത്തി പ്രവാഹങ്ങൾക്ക് എന്ന് വിശേഷിപ്പിക്കുന്ന നദികൾ ഭഗീരഥി, അളകനന്ദ, മന്ദാകിനി, ധൗളിഗംഗ, പെണ്ണാർ. ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദി യമുന. അളകനന്ദ ഉത്ഭവിക്കുന്നത് അളകാപുരിയിൽ നിന്ന്. ഉത്തരാഖണ്ഡ് ഗംഗോത്രിയിലെ ഗായ്മുഖ് ഗുഹയിൽ നിന്നും ഉത്ഭവിക്കുമ്പോൾ ഗംഗയുടെ പേര് ഭഗീരഥി. ഉത്തരാഖണ്ഡിലെ ഗംഗോത്രി ഗായ്മുഖ് ഗുഹയിൽ നിന്ന് ഉത്ഭവിക്കുമ്പോൾ ഗംഗയുടെ പേര് ഭഗീരഥി. ഭഗീരഥിയും അളകനന്ദയും സംഗമിച്ച ശേഷം എവിടെ നിന്നാണ് ഗംഗ എന്ന പേരിൽ ഒഴുകിത്തുടങ്ങുന്നത്? ദേവപ്രയാഗ്. ഭഗീരഥയും അളകനന്ദയും ഒന്നിക്കുന്നത് ദേവപ്രയാഗ് വെച്ച്. ഗംഗാ നദി ഉത്തരേന്ത്യൻ സമതലത്തിൽ പ്രവേശിക്കുന്നത് ഹരിദ്വാറിൽ വെച്ച്. ഗംഗാ നദി ഉത്തരേന്ത്യൻ സമതലത്തിൽ പ്രവേശിക്കുന്നത് ഹരിദ്വാറിൽ വെച്ച്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പോഷക നദി ഗംഗയോട് ചേരുന്ന സ്ഥലം വാരണാസി. ഗംഗയുടെ പോഷക നദികൾ യമുന, അളകനന്ദ, കോസി, സോൺ, ഗോമതി, ദാമോദർ. ഗംഗയും പോഷക നദികളും ഒഴുകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ജാർഖണ്ഡ്, ബീഹാർ, രാജസ്ഥാൻ, പശ്ചിമ ബംഗാൾ. ബദ്രിനാഥ് സ്ഥിതി ചെയ്യുന്ന നദീതീരം അളകനന്ദ. ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിച്ച് ഹിമാലയൻ നദിയിൽ ചേരുന്ന പോഷക നദികൾ ചമ്പൽ, ബെട്ടുവ, കെൻ, സോൺ. ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ ഗംഗ ഡെൽറ്റ. ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ. ഗംഗയും യമുനയും കൂടിച്ചേരുന്നത് എവിടെ വെച്ച്? അലഹബാദിൽ. ഗംഗയും യമുനയും കൂടിച്ചേരുന്നത് അലഹബാദിൽ വെച്ച്. 12 വർഷത്തിൽ ഒരിക്കൽ മഹാകുംഭമേള നടക്കുന്ന സ്ഥലം ത്രിവേണി സംഗമം, അലഹബാദ്. കുംഭമേള ആഘോഷിക്കുന്ന സ്ഥലങ്ങൾ ഹരിദ്വാർ, അലഹബാദ്, നാസിക്, ഉജ്ജയിനി. എത്ര വർഷം കൂടുമ്പോഴാണ് അർദ്ധ കുംഭമേള ആഘോഷിക്കുന്നത്? 6 വർഷം. സരസ്വതി, ഗംഗ, യമുന ഇവ മൂന്നും കൂടിച്ചേരുന്നിടം അറിയപ്പെടുന്നത് ത്രിവേണി സംഗമം. സരസ്വതി, ഗംഗ, യമുന ഇവ മൂന്നും കൂടിച്ചേരുന്നിടം അറിയപ്പെടുന്നത് ത്രിവേണി സംഗമം. താജ്മഹൽ സ്ഥിതി ചെയ്യുന്ന നദീതീരം യമുന. പശ്ചിമ ബംഗാളിലൂടെ ഒഴുകുന്ന ഗംഗയുടെ കൈവഴി ഹൂഗ്ലി. ജലാങ് നദിയുടെ ചേർന്നതിന് ശേഷം ഭഗീരഥി അറിയപ്പെടുന്നത് ഹൂഗ്ലി. ഹൂഗ്ലിയുടെ പ്രധാന പോഷക നദി ദാമോദർ. വിദ്യാസാഗർ സേതു, വിവേകാനന്ദ സേതു, ഹൗറ എന്നീ പാലങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് ഏത് നദിയുടെ കുറുകെയാണ്? ഹൂഗ്ലി നദിയുടെ കുറുകെയാണ്. ജിം കോർബറ്റ് ദേശീയോദ്യാനത്തിലൂടെ ഒഴുകുന്ന ഗംഗയുടെ പോഷക നദിയാണ് രാംഗംഗ. ജിം കോർബറ്റ് ദേശീയോദ്യാനത്തിലൂടെ ഒഴുകുന്ന ഗംഗയുടെ പോഷക നദി രാംഗംഗ. ബംഗ്ലാദേശിൽ വെച്ച് ഗംഗാ നദിയുമായി ചേരുന്ന നദികൾ ജമുന, മേഘ്ന. തെക്കൻ നേപ്പാളിൽ നാരായണി എന്നറിയപ്പെടുന്ന നദി ഗണ്ഡകി. ഇന്ത്യയിൽ ഗണ്ഡകി നദിയുടെ സമീപം സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് വാൽമീകി ദേശീയോദ്യാനം. ഇന്ത്യയിൽ ഗണ്ഡകി നദിയുടെ
സമീപം സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം വാൽമീകി ദേശീയോദ്യാനം. ഗംഗാജല സന്ധിയിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഇന്ത്യ, ബംഗ്ലാദേശ് 1996. സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഇന്ത്യ, പാകിസ്ഥാൻ. മഹാകാളി സന്ധി ഒപ്പുവെച്ച രാജ്യങ്ങൾ ഇന്ത്യ, നേപ്പാൾ 1996. ബംഗ്ലാദേശിലെ ചാങ്പൂർ ജില്ലയിൽ വെച്ച് പദ്മ നദി ചേരുന്ന നദി മേഘ്ന. ഗംഗയുടെ പതനസ്ഥാനം ബംഗാൾ ഉൾക്കടൽ. ഹിമാലയൻ നദികളിൽ മലിനീകരണം ഏറ്റവും കുറഞ്ഞ നദി ബ്രഹ്മപുത്ര. ഹിമാലയൻ നദികളിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി ബ്രഹ്മപുത്ര. ഹിമാലയൻ നദികളിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി ബ്രഹ്മപുത്ര. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപമായ മാജുലി സ്ഥിതി ചെയ്യുന്നത് ആസാമിലെ ബ്രഹ്മപുത്ര നദിയിലാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ നദീജല ദ്വീപായ മാജുലി സ്ഥിതി ചെയ്യുന്നത് ആസാമിലെ ബ്രഹ്മപുത്ര നദിയിൽ. ഇന്ത്യയിൽ ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന നദി ടീസ്റ്റ. ഉപദ്വീപീയൻ നദികളിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏറ്റവും വലിയ നദിയാണ് നർമ്മദ, 1312 കിലോമീറ്റർ. നർമ്മദ നദിയുടെ ഉത്ഭവസ്ഥാനം അമർകാണ്ടക്. ബ്രഹ്മ താഴ്വരയിലൂടെ ഒഴുകുന്ന നദി നർമ്മദ. വിന്ധ്യ സാത്പുര പർവ്വതങ്ങൾക്കിടയിലൂടെ ഒഴുകുന്ന നദിയാണ് നർമ്മദ. ഓംകാരേശ്വർ ഡാം സ്ഥിതി ചെയ്യുന്ന നദി നർമ്മദ, മധ്യപ്രദേശ്. ഓംകാരേശ്വർ ഡാം സ്ഥിതി ചെയ്യുന്ന നദിയാണ് നർമ്മദ. നർമ്മദ നദി ഒഴുകുന്ന സംസ്ഥാനങ്ങൾ മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത്. പ്രധാന പോഷക നദികൾ ഷേർ, താവ, ഹിരൺ. ഏറ്റവും കൂടുതൽ ഡാമുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള നദിയാണ് മഹാനദി. ഏറ്റവും കൂടുതൽ ഡാമുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള നദി മഹാനദി. ഡെക്കാൻ പീഠഭൂമിയെയും മാൾവ പീഠഭൂമിയെയും വേർതിരിക്കുന്ന നദി നർമ്മദ നദി. ഡെക്കാൻ പീഠഭൂമിയെയും മാൾവ പീഠഭൂമിയെയും വേർതിരിക്കുന്ന നദി നർമ്മദ. സർദാർ സരോവർ പദ്ധതി നിലനിൽക്കുന്ന നദിയാണ് നർമ്മദ. സർദാർ സരോവർ പദ്ധതി നിലനിൽക്കുന്ന നദി. സൗരാഷ്ട്ര മേഖലയിലെ വരൾച്ച തടയുന്നതിനായി നർമ്മദ നദിയിലെ വെള്ളം ഉപയോഗിച്ച് ആരംഭിക്കുന്ന വൻ ജലസേചന പദ്ധതി സൗരാഷ്ട്ര നർമ്മദ അവതരൺ ഫോർ ഇറിഗേഷൻ പദ്ധതി. സർദാർ സരോവർ പദ്ധതിയുടെ ഗുണഭോക്തൃ സംസ്ഥാനങ്ങൾ മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത്, രാജസ്ഥാൻ. സർദാർ സരോവർ പദ്ധതിക്കെതിരെ പ്രക്ഷോഭം സംഘടിപ്പിച്ച പരിസ്ഥിതി സംഘടന നർമ്മദ ബച്ചാവോ ആന്തോളൻ. നർമ്മദ ബച്ചാവോ ആന്തോളൻ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് മേധ പാട്കർ. കൻഹ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന നദീതീരം നർമ്മദ. കൻഹ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന നദീതീരം നർമ്മദ. ദിനോസറുകളുടെ ഫോസിൽ കണ്ടെത്തിയ നദീതീരം നർമ്മദ. ദേശീയ കുടിവെള്ള പദ്ധതി ആരംഭിച്ച വർഷം 1991. ഉപദ്വീപീയൻ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ രണ്ടാമത്തെ നദിയാണ് താപ്തി. ബ്രഹ്മ താഴ്വരയിലൂടെ ഒഴുകുന്ന ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ നദി താപ്തി. ഗോദാവരി, നർമ്മദ എന്നീ നദികൾക്കിടയിലൂടെ ഒഴുകുന്ന നദിയാണ് താപ്തി. താപ്തിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധ നഗരം സൂററ്റ്. പ്രധാന ജലവൈദ്യുത പദ്ധതികൾ കാക്രപ്പാറ, ഉത്കായി. താപ്തി നദിയുടെ പതനസ്ഥാനം അറബിക്കടൽ. ആരാവല്ലി പർവ്വതങ്ങളിൽ നിന്ന് ഉത്ഭവിച്ച് കമ്പത്ത് ഉൾക്കടലിൽ പതിക്കുന്ന നദിയാണ് സബർമതി. ആരാവല്ലി പർവ്വത നിരകളിൽ നിന്ന് ഉത്ഭവിച്ച് കമ്പത്ത് ഉൾക്കടലിൽ പതിക്കുന്ന നദി സബർമതി. ഉപദ്വീപീയ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന പ്രധാന നദികളാണ് മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി. പാരാദീപ് തുറമുഖം സ്ഥിതി ചെയ്യുന്ന നദീമുഖം മഹാനദി. പാരാദീപ് തുറമുഖം സ്ഥിതി ചെയ്യുന്ന നദീമുഖം മഹാനദി. മഹാനദിയുടെ നീളം 857 കിലോമീറ്റർ. മഹാനദിയുടെ പോഷക നദികൾ ഇബ്ടെൽ. മഹാനദിയുടെ ഏറ്റവും വലിയ പോഷക നദി ഷിയോനാഥ്. ഇന്ത്യയിൽ സ്വകാര്യവൽക്കരിക്കപ്പെട്ട ആദ്യ നദിയാണ് ഷിയോനാഥ്. ഛത്തീസ്ഗഡ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദി ഗോദാവരി. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദിയാണ് ഗോദാവരി. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരി. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരി. ഡെക്കാൻ മേഖലയിലെ ഏറ്റവും നീളമുള്ള നദി ഗോദാവരി. ഗോദാവരിയുടെ പ്രധാന പോഷക നദികൾ മഞ്ചീര, പെൻഗംഗ, വർധ, ഇന്ദ്രാവതി.
12 വർഷത്തിലൊരിക്കൽ ഗോദാവരി തീരത്ത് നടക്കുന്ന ആഘോഷമാണ് പുഷ്കാരം. ഉപദ്വീപീയ നദികളിൽ വലിപ്പത്തിൽ 2ാം സ്ഥാനമുള്ള നദി കൃഷ്ണ നദി. കൃഷ്ണ നദിയുടെ പോഷക നദികൾ ഭീമ, തുംഗഭദ്ര. മല്ലികാർജുന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന നദീതീരമാണ് കൃഷ്ണ. മല്ലികാർജുന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന നദീതീരം കൃഷ്ണ. കാവേരി നദിയുടെ പ്രധാന പോഷക നദികൾ കബനി, അമരാവതി. കാവേരി നദിയിലെ പ്രധാന വെള്ളച്ചാട്ടങ്ങൾ ശിവസമുദ്രം, ഹൊഗനക്കൽ, ശ്രീരംഗപട്ടണം, ശിവസമുദ്രം എന്നീ ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്ന നദി കാവേരി. ഇന്ത്യയിൽ ആദ്യമായി അണക്കെട്ട് നിർമ്മിക്കപ്പെട്ട നദി കാവേരി. ഇന്ത്യയിൽ ആദ്യമായി അണക്കെട്ട് നിർമ്മിക്കപ്പെട്ട നദി കാവേരി. കാവേരി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന സ്ഥലം പുംപുഹാർ, തമിഴ്നാട്. കാവേരി നദിയിലെ ആദ്യത്തെ അണക്കെട്ടിൻ്റെ ഇപ്പോഴത്തെ പേര് ഗ്രാൻഡ് അണക്കെട്ട്. ഇന്ത്യയിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ശിവസമുദ്രം പദ്ധതി 1902. ഇന്ത്യയിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ശിവസമുദ്രം പദ്ധതി 1902. കാവേരി നദീജല തർക്കം പരിഹരിക്കാനുള്ള കാവേരി നദീജല തർക്ക പരിഹാര ട്രിബ്യൂണൽ നിലവിൽ വന്നത് 1990. മാന്നാർ ഉൾക്കടലിൽ ഒഴുകിയെത്തുന്ന ഇന്ത്യയിലെ നദിയാണ് താമ്രഭരണി. ഇന്ത്യയിൽ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി ലൂണി. ഇന്ത്യയിൽ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി ലൂണി. അജ്മീറിനടുത്ത് ഉത്ഭവിച്ച് തെക്കോട്ടൊഴുകി ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിൽ അപ്രത്യക്ഷമാകുന്ന നദിയാണ് ലൂണി. ലൂണി നദിയുടെ ഉത്ഭവസ്ഥാനം ആരാവല്ലി നിരകളിലെ പുഷ്കർ താഴ്വരയിൽ നിന്ന്. നദികളും ഉത്ഭവസ്ഥാനവും. സിന്ധു നദി ബോഗാർച്ചു ഗ്ലേഷ്യർ. സിന്ധു നദിയുടെ ഉത്ഭവസ്ഥാനം ബോഗാർച്ചു ഗ്ലേഷ്യർ. ഗംഗ ഗംഗോത്രി ഗ്ലേഷ്യർ. ബ്രഹ്മപുത്ര ചെമേങ്തങ് ഗ്ലേഷ്യർ. നർമ്മദ അമർകാണ്ടക്. നർമ്മദ അമർകാണ്ടക്. താപ്തി മുൾട്ടായി പീഠഭൂമി. കൃഷ്ണ മഹാബലേശ്വർ. കാവേരി തലക്കാവേരി. തലകാവേരി. ഗോദാവരി നാസിക് കുന്നുകൾ. ഗോദാവരി ഉത്ഭവിക്കുന്നത് നാസിക് കുന്നുകളിൽ നിന്ന്. മഹാനദി സിഹാവ നിരകൾ റായ്പൂർ ഛത്തീസ്ഗഡ്. ഗോമതി പിലിഭിത്ത് ഉത്തർപ്രദേശ്. കോസി ഗോസൈത്താൻ ടിബറ്റ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമായ ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ശരാവതി. ശരാവതി നദിയുടെ ഉത്ഭവസ്ഥാനം ഷിമോഗ. ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ ഡാം സ്ഥിതി ചെയ്യുന്ന നദി ജൻജാവതി, ആന്ധ്രാപ്രദേശ്. ശ്രീബുദ്ധന് ബോധോദയം ലഭിച്ച ബോധ്ഗയയിലൂടെ ഒഴുകുന്ന നദി നിരഞ്ജന നദി. ശ്രീബുദ്ധന് ബോധോദയം ലഭിച്ച ബോധ്ഗയയിലൂടെ ഒഴുകുന്ന നദി നിരഞ്ജന നദി. ഇന്ത്യയിലെ നീളം കൂടിയ നദികൾ ഗംഗാ നദി 2525 കിലോമീറ്റർ. ഗോദാവരി 1465 കിലോമീറ്റർ. കൃഷ്ണ 1400 കിലോമീറ്റർ. യമുന 1376 കിലോമീറ്റർ. നർമ്മദ 1312 കിലോമീറ്റർ. നദീജല തർക്കങ്ങൾ. അൽമാട്ടി ഡാം ആന്ധ്രാപ്രദേശ്, കർണാടക. അൽമാട്ടി ഡാം നദീജല തർക്കം ആന്ധ്രാപ്രദേശും കർണാടകയും തമ്മിൽ. കാവേരി നദീജല തർക്കം തമിഴ്നാട്, കർണാടകം, കേരള. കാവേരി നദീജല തർക്കം തമിഴ്നാട്, കർണാടക, കേരളം. മുല്ലപ്പെരിയാർ നദീജല തർക്കം കേരളം, തമിഴ്നാട്. ബംഗ്ലിഹാർ അണക്കെട്ട് ഇന്ത്യ, പാകിസ്ഥാൻ. ബംഗ്ലിഹാർ അണക്കെട്ട് തർക്കം ഇന്ത്യ, പാകിസ്ഥാൻ. കിഷൻ ഗംഗ അണക്കെട്ട് ഇന്ത്യ, പാകിസ്ഥാൻ. കിഷൻ ഗംഗ അണക്കെട്ട് ഇന്ത്യ, പാകിസ്ഥാൻ.